നൽ സഹിയ യേശുവേ എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ യേശുവേ എന്നെന്നും ദൈവ കുഞ്ഞാടെ സ്തുതിക്കു യോഗ്യനെ മാറാത്ത സ്നേഹിതനെ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാനെത്ര ഭാഗ്യവാ ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ ആഴമാ ആഴമാ ഞാൻ നിന്നിൽ ചേർന്നല്ലോ അതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ ദൈവ കുഞ്ഞാടെ സ്തുതിക്കു യോഗ്യനെ ദൈവ കുഞ്ഞാടെ സ്തുതിക്കു യോഗ്യനെ മാറാത്ത സ്നേഹിതനെ അങ്ങേ വാഴ്ത്തുമ്പോൾ അങ്ങേ പാടുമ്പോൾ ഞാനെത്ര ഭാഗ്യവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു വചനം സങ്കീർത്തനങ്ങൾ 33-18 വാക്യവും 19 വാക്യവുമാണ്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. കണ്ടോ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ നിന്ന് അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുക. തൻ്റെ ഭക്തന്മാരുടെ മേലാണ് കർത്താവിൻ്റെ കണ്ണ്. ഈ കണ്ണ് പറയാതെ അവനിങ്ങനെ തൻ്റെ മക്കളെ തൻ്റെ ഭക്തന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ, ഈ സാത്താൻ ദൈവസന്നിധിയിൽ വരുന്ന നിൽക്കുന്ന ഉടനെ സാത്താൻ ചോദിക്കുന്നു, എൻ്റെ ഭക്തനായ എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും ദൈവം ആദ്യം ചോദിക്കുന്നത് എൻ്റെ കൊച്ചിനെ നോക്കിയെന്ന്. കോടാനുകോടി മനുഷ്യർ ഭൂമിയിലുണ്ടെങ്കിലും ദൈവത്തിന് ഒരാളുള്ളത് പോലെയാണ് നമ്മെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ദാവീദ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരാളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത്രയും വിലയേറിയവരാണ്. മറക്കല്ല, നിങ്ങൾ കർത്താവിന് ഒത്തിരി വിലയേറിയവരാണ്. എന്നിട്ട് അടുത്ത വാക്ക് ചേർത്ത് പറയുകയാണ്, തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. അപ്പോൾ എന്തിനാ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്? രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. വിടുവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക.
എന്നിട്ട് എൻ്റെ തൊട്ട് മുകളത്തെ വാക്ക് ശ്രദ്ധിച്ച്, സ്തോത്രം, സൈന്യവിഹത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ വിടുവിക്കപ്പെടുന്നുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. ആമേൻ. തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞാൽ രാജാവും രക്ഷപ്പെടുന്നില്ല, സൈന്യവും രക്ഷപ്പെടുന്നില്ല, വീരനും രക്ഷപ്പെടുന്നില്ല. പക്ഷെ കർത്താവിനെ പ്രത്യാശിക്കുന്നു രക്ഷപ്പെടും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മാത്രം പ്രത്യാശിക്കുന്നവർ, കർത്താവ് നമ്മെ എല്ലായിടത്തു നിന്ന് വിടുവിച്ച് തൂവലുകൾ കൊണ്ട് മറച്ച് നമ്മെ പരിപാലിക്കും. ഈ നല്ല കർത്താവിനെ ഇന്ന് പകൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും നിങ്ങളുടെ ബിസിനസ് സ്ഥലങ്ങളിലും നിങ്ങളുടെ ദൈവം നൽകിയ നിങ്ങളുടെ ജോലിയിടങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിലയേറിയവരായി കണ്ട് ഞങ്ങളെ ദൃഷ്ടി വെച്ച് ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കി യേശുവേ അങ്ങയുടെ കണ്ണുകൊണ്ട് ഞങ്ങളെ നടത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ ദയ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, വീരന്മാരും രാജാക്കന്മാരും സൈന്യവും എല്ലാം പട്ടുപോകുമ്പോൾ യേശുവെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളെ വിടുവിക്കുന്നവനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവെ, ഇന്ന് കർത്താവെ ഞങ്ങൾക്കായി വഴികൾ തുറന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ചുള്ള നടത്തിപ്പിനുമായി സ്തോത്രം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയണം, എന്നെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതെ, നമ്മൾ ഒരു CCTVയുടെ ഒക്കെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്ര സുരക്ഷിതമായിട്ട് നടക്കുന്നത്, അതുപോലെ തന്നെ അഗ്നിജ്വാലയ്ക്കത്തൊരു കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ വേദനകളെയും ഭാരങ്ങളെയും ഒക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് ജീവിക്കാം, ആ മുഖപ്രകാശത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ ബ്ലെസ് ചെയ്ത് നൽകുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ കണ്ണിൻ്റെ ആ നോട്ടത്തിൽ നടക്കാൻ ഈ ജനത്തെ ഒരുക്കിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവൻ അവർ അനുഗ്രഹിക്കപ്പെട്ടും ബലപ്പെട്ടും ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെ ഇരിക്കണം. പിശാചൊരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും പിശാചിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിക്കുന്നതിനായി സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ പങ്കുവെക്കുകയും ആമേൻ, സ്തോത്രം, അനേകരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ശലോം.